ചില ഞായറാഴ്ചകൾ ഒരു ബോധോദയം വരാണ്ട് കേട്ടോ. അപ്പോൾ ഒടുക്കത്തെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ആവട്ടോ. ആ ബോധോദയത്തിൽ മക്കളേറ്റ കൺമുന്നിൽ വന്ന ഓലും പെട്ട്. ആദ്യം തന്നെ കുറച്ച് കടലമാവ് മൂത്ത് വാരി പൊത്തി. പിന്നെ കണ്ണിൽ പെട്ടത് നാൽപ്പാമരാതിയാണ്. വേഗം മക്കളെ വിളിച്ച് അവർക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. സത്യം പറയുകയാണെങ്കിൽ ഇത് എന്നും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ചില ബോധോദയ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന സംഭവങ്ങളാണേ. രണ്ടുപേരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അടിയോടടി പൊടിയിരിക്കഞ്ഞുള്ള ദിവസമൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ദേ അടി പൊട്ടയിൽ തുടങ്ങിയിട്ടാ. ആ ചെറുതാണ് വില്ലൻ. ചെറുത് വലുതിനെ നല്ല അടി അടിക്കും. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അതായത് ചെറിയ ആൾ വലിയ ആൾ അടിച്ച് പൊട്ടിക്കലുണ്ടോ? ഇതെന്ത് ചെയ്ത് ഇതിനാണ് കടിച്ചത്? അടി കിട്ടണം നിനക്ക്. അങ്ങനെ അടിയൊക്കെ ഒന്ന് സോൾവ് ആക്കിയതിന് ശേഷം ഞാനും മക്കളുടെ കൂടെ കുറച്ച് നേരം കളിക്കാനിരുന്നു കേട്ടോ. കളിക്കാനിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും വീണ്ടും അടി പൊട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഡേഞ്ചർ സോണിലല്ല അവരിപ്പോൾ ഒന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി. കാരണം സൺഡേ ആകുമ്പോൾ എല്ലാത്തിനും ഒന്ന് ബാക്കിലേക്ക് വലിയല്ലോ. കാരണം മോനക്ക് സ്കൂളിൽ പോകണ്ട, ആർക്കും എങ്ങോട്ടും പോകണ്ട. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പതുക്കാവും. അപ്പോൾ ചോറൊക്കെ ആയിരുന്നു, പക്ഷേ കറി വെച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. പച്ചക്കറി നോക്കുമ്പോൾ അല്ലറ ചില്ലറ കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം പൊതുവേ പച്ചക്കറി വാങ്ങിയ ബാലൻസ് വരുന്ന കഷ്ണങ്ങളൊക്കെ കൊടുത്ത് സാമ്പാർ ഉണ്ടാക്കലാണ് പതിവ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ പണി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മക്കൾ അവിടെ അടി വീണ്ടും തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു കഷ്ണം കേക്ക് ഇരുന്നത് വേഗം രണ്ടുപേർക്ക് കൊടുത്തു. അപ്പോൾ ഒരുവിധം അടിയൊക്കെ ഒന്ന് ഒഴിവായി. അപ്പോഴേക്കും ഞാൻ വേഗം സാമ്പാർ പണിക്ക് നിന്നു. ആ കേക്ക് കഴിച്ച് കഴിയുന്നവരെ നമുക്ക് ടൈമുള്ളൂ. അത് കഴിഞ്ഞ് ഏത് നിമിഷം അടി പൊട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേഗം പണികളൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കൂടെ കൂട്ടാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ.